മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ സലാലയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം വർദ്ധിച്ചതോടെ പ്രകൃതി സംരക്ഷണ നടപടികളും അധികൃതർ ശക്തമാക്കിയിരിക്കുകയാണ്. പച്ചപ്പും പുൽമേടുകളും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ദോഫാറിൽ പുൽമേടുകളിലൂടെ വാഹനം ഓടിച്ച 226 പേർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചു. ദോഫാർ ഗവർണറേറ്റിലെത്തുന്ന സഞ്ചാരികൾ പുൽമേടുകളിലൂടെ വാഹനമോടിക്കരുതെന്നും ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന വിധത്തിലാകരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിരവധി പേർ നിർദ്ദേശം ലംഘിക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ്, ദോഫാർ മുനിസിപ്പാലിറ്റി എന്നിവ സംയുക്തമായി ശക്തമായ നടപടി ആരംഭിച്ചു. ജൂലൈ അവസാന ആഴ്ചയിൽ മാത്രം പുൽമേടുകളിലൂടെ ഓടിച്ച 226 വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. വാഹനമോടിച്ച ഡ്രൈവർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു. വിവിധയിടങ്ങളിൽ പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സലാലയിലെ അത്തീൻ പ്രദേശത്തെ പുൽമേടുകളിൽ വാഹനത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ ആളെ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി പിടികൂടി. ദോഫാർ ഗവർണറേറ്റിലെ പരിസ്ഥിതി സംരക്ഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു വാഹനവും പിടികൂടി. ഇതിനു പുറമെ പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുകയും സന്ദർശകർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയ 4 മലയോര പാതകൾ അധികൃതർ അടച്ചു. അതോടൊപ്പം വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ 3 വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം അധികൃതർ രക്ഷിച്ചു. സുരക്ഷിതമായ വിനോദസഞ്ചാര സീസണും പ്രകൃതി സംരക്ഷണവുമാണ് അധികൃതർ ലക്ഷ്യം ഉറപ്പാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, സലാല.